അടിച്ച് പൊളിക്കണം. ഇത്രയും പ്രായമുള്ള മനുഷ്യനാ, രണ്ടച്ഛന്റെ പിള്ളേരാ. രണ്ടച്ഛന്റെ അയ്യോ 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 പോയേ. നീ എന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തല്ലേ? ഇതിനെ കുറിച്ച് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറ്ററിലേക്ക് ഇത് എയർപോർട്ടിലെ ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന സൈഡാണിത്. ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ്. എന്റെ ടീം ഓൾവേസ് ഹാൻസം. ടീമിന്റെ പാട്ടിലാണ്. അങ്ങനെയൊന്നും പറയലേ, അവൻ ആൻസി ചോദിക്കും. ടീം നോബി, ബിനോടിമാലി, അസീസ്, സുധി, ഇവര് 4 പേരുമാണ് എന്റെ ഹീറോയിസ്. അവർ 4 പേരും 10ാം ക്ലാസ്സിൽ 4 പേരാണ് തോറ്റത്. 80-കാരനെ 16-കാരനാക്കുന്നതാണ് പ്രണയം. പക്ഷെ ഇവനെ കണ്ടാൽ 16 അടിയന്തരത്തിന് തയ്യാറായി നിൽക്കുന്ന 80-കാരനെ പോലുണ്ട്. ഈ ഷിയാസൊക്കെ വന്നിട്ട് എത്രയോ വർഷം കൊണ്ട് വെറുതെ മിണ്ടാതിരിക്കണം അറിയാം. നമ്മളൊരു സൈഡില് ഷിയാസിന് പകരം വെച്ച തെങ്ങാണത്. എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. അല്ല ഒന്ന് ചോദിക്കുന്നല്ല. വന്ന് കയറിയപ്പോഴേ അവരെല്ലാം മുഖം ഒന്ന് ചുളിന്ന് ഞങ്ങൾ കണ്ടു. എന്ത് ഇങ്ങനെ ഒന്ന് ചുളിക്കുന്ന കണ്ടു. അതുകൊണ്ട് ചോദിക്കുന്നല്ല ഇഷ്ടം. അത് ദേഹം ഉരച്ചൊന്ന് കുളിച്ചാൽ മതി, ആ ചുളി വാങ്ങും. അമ്മയുടെ വീട് പെരുമ്പാവൂരാണ്. വാരിക്കാട് ഷാപ്പ് എന്റെ അടുത്തായിട്ട്. വർഷങ്ങൾക്ക് തൃപ്തിയായല്ലോ. ഷാപ്പിന്റെ മെയിൻ ആളാ. അമ്മമാര് ലേലം പിടിച്ച ഷാപ്പിനെ കുറിച്ച് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഷാപ്പല്ലേ, അവിടെ കൊടുക്കുന്ന ചായ ഒന്നും അല്ലല്ലോ. ആണല്ലേ, ഇന്ന് നമുക്ക് ഈ ഷാപ്പ് കോമഡി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് പകരം വാറ്റിറക്കാം. ഒരു ഗുമ്മ. ഏറ്റവും കോമഡി എന്താ പറയോ, എന്റെ മുതുമുത്തച്ഛന് ഉൾക്കാട്ടി ചെന്നിട്ട് ഉഗ്രവിഷമുള്ള ഒരു കരിന്തലിനെ പിടിച്ച് നിക്കറിനകത്തിട്ടു. അദ്ദേഹം ചെറുതായിട്ടൊരു വേദന അറിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിന് ദഹിപ്പിച്ചു.